ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പ്രധാനപ്പെട്ട 3 അഗ്നികൾ ഈ ജഠരാഗ്നി, അതിനെ നമ്മൾ ആഹവനീയാഗ്നി എന്ന് പറയും. കഴിച്ചത് ദഹിപ്പിക്കുന്നത്. പിന്നെ ഗാർഹവത്യാഗ്നി, പ്രത്യുൽപാദനത്തിൻ്റെ കാമാഗ്നി എന്ന് നമ്മൾ നാടൻ കുറച്ചുകൂടെ മാറ്റി പറയണത്. പിന്നെ വരണത് ദക്ഷിണാഗ്നി, നമ്മൾ തെക്കോട്ട് പോകുമ്പോൾ ശരീരം പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ഈ പറഞ്ഞ മാതിരി പഞ്ചഭൂതങ്ങളാക്കിയിട്ട് വേർപിരിച്ചു കൊള്ളണ അഗ്നി. അതിൽ ഈ ജഠരാഗ്നി എന്ന് പറയുമ്പോൾ പൊതുവിൽ ജഠരം വയറിലുള്ള അഗ്നി എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുള്ള ദഹനശക്തി, ആ ദഹനത്തിൻ്റെ തീ, അത് വാക്കുപോലുള്ള ദഹനം എന്നാണ് പറയുക, കത്തിക്കുക ചെയ്യണം, ഭക്ഷണത്തിനെ കത്തിച്ചു എന്നാണ് പറയണം. എന്നിട്ട് അതിൻ്റെ സാരാംശം മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ തള്ളണു. ഞാൻ നേരത്തെ പറഞ്ഞു അഗ്നിയുടെ സ്വഭാവം അതാണെന്ന്. പക്ഷെ അത് മാത്രമല്ല ജഠരാഗ്നി, നമ്മളിലേക്ക് വരുന്ന ആശയങ്ങളെയും കാഴ്ചകളെയും കേൾവികളെയും എന്തിനേയും നമുക്ക് ദഹിപ്പിക്കുന്നതാക്കി മാറ്റുക. ഡൈജസ്റ്റ് ചെയ്യണില്ല, എനിക്കേ പറയില്ലേ, അയാളെ പറയുന്നുണ്ട് പലതും, പക്ഷെ എനിക്കൊന്നും അത്രയ്ക്ക് ഡൈജസ്റ്റ് ആവണില്ല എന്ന് നമ്മൾ പറയണം. അത് കാരണം എന്താ വെച്ചാൽ അതാ ജഠരാഗ്നി, അതായതുകൊണ്ടാണ്. ജഠരാഗ്നി വെറും കഴിക്കണ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, നമ്മൾ കണ്ണുകൂടി മൂക്കുകൂടി ഇന്ദ്രിയങ്ങളിൽ കൂടെ സ്വീകരിക്കുന്ന എന്തറിവിനെയും നമുക്ക് സ്വാംശീകരിച്ച് തരേണ്ടത് ഈ അഗ്നിയാണ്. അതുകൊണ്ട് ജഠരാഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാച്ചുറലി ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നറിഷ് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ ഏജൻസി ജഠരാഗ്നിയാണ്. ഈ ഏജൻസി കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പോഷണമില്ല, മനസ്സിനും പോഷണമില്ല, ആത്മാവിനും ഇല്ല, ശരീരത്തിനും ഇല്ല, ഒന്നിനും പോഷണമില്ല ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടാവാനും, മെൻ്റൽ ക്ലാരിറ്റിക്കും ഫിസിക്കൽ ഹെൽത്തിനും, കാരണം മെൻ്റൽ ക്ലാരിറ്റി പറഞ്ഞാൽ മെൻ്റൽ ക്ലാരിറ്റി തന്നെയാണ് മെൻ്റൽ ഹെൽത്ത്. മനസ്സിൻ്റെ തെളിച്ചമാണ് മനസ്സിൻ്റെ ഹെൽത്ത്. അതുകൊണ്ട് അവിടെ ക്ലാരിറ്റി എന്ന് ഉപയോഗിച്ചാൽ മതി. ബോഡിക്ക് ഹെൽത്ത്, മനസ്സിൻ്റെ ക്ലാരിറ്റിയും ശരീരത്തിൻ്റെ ആരോഗ്യവും, അതിന് ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ജഠരാഗ്നി.